ജർമ്മൻ ഇനി റിസൾട്ടുകൾ എടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. നമ്മളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികളാണ്. രണ്ടുപേരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 2000-ൽ ദേവദൂതൻ, നമുക്കറിയാം ലാലേട്ടൻ്റെ വ്യത്യസ്തമായ കഥാപാത്രം, ഹൊററും കോമഡിയും സംഗീതവും എല്ലാം ചേർത്ത് വലിയ രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയെങ്കിലും സാമ്പത്തികമായി വലിയ രീതിയിൽ അതിന് വിജയം ഉണ്ടായില്ല. എന്നാൽ ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഒത്തിരി പ്രതീക്ഷയാണ്. അതിൻ്റെ സംവിധായകനും അതിലെ നടനുമായ രണ്ടുപേരാണ് എന്നോടൊപ്പം. രണ്ടുപേർക്കും സ്വാഗതം. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സിൻ സാർ. 2000-ൽ ഞാൻ ഈ സിനിമ കണ്ട ഒരു വ്യക്തിയാണ്. ഈ സിനിമ കണ്ട ഒരു വ്യക്തിയാണ്. അന്നും എനിക്കിഷ്ടപ്പെട്ട സിനിമ. നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ സിനിമ. വീണ്ടും ആ സിനിമ എത്തുമ്പോൾ സിബി മലയിൽ നിന്നുള്ള സംവിധായകൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുഹൂർത്തമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? അല്ല, ഇത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന, അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം, തിയേറ്ററിൽ നിരാകരിക്കപ്പെട്ട ഒരു ചിത്രം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത്, അത് പ്രേക്ഷകരുടെ നിരന്തരമായ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് എത്തുന്നത്. അത് വലിയ സന്തോഷമുണ്ട്. കാരണം ഒരിക്കൽ നിരാകരിക്കപ്പെടുകയും നമ്മളെ വല്ലാതെ തളർത്തിക്കളയുകയും ചെയ്ത ഒരു സിനിമ കാലങ്ങൾക്ക് ശേഷം അന്ന് ജനിക്കാതിരുന്ന, അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആസ്വദിക്കാനുള്ള പ്രായമായിട്ടില്ലാത്തൊരു തലമുറ വീണ്ടും കാണാൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായി അതിനെ കാണുകയും ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുന്ന രീതിയിലുള്ളൊരു സ്റ്റേച്ചറിലേക്ക് ആ സിനിമ ഉയർന്നു വരികയും ചെയ്യുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മോഹൻലാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്തോ പ്രേക്ഷകരോട് പറയാനുണ്ട്. ആ മുഹൂർത്തമാണ് വരുന്നത്. അന്ന് ലോഞ്ചിൻ്റെ അന്ന് ലാലേട്ടൻ പറഞ്ഞത് ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കല്ല. എന്തോ പറയാനുണ്ട് ഈ സിനിമയ്ക്ക്. അത് കേൾക്കാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഇനിയും കാണാനുണ്ട്. അതാണ് എനിക്ക് സത്യമായിട്ട് തോന്നുന്നത്. സിബിസാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ സിനിമകൾ ചെയ്ത ആൾ, ലാലേട്ടനുമായിട്ട് ഒത്തിരി കൈകോർത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് സിബിസാർ എന്ന വ്യക്തിക്ക് തോന്നുന്ന ഒരു പ്രണയം എന്തായിരുന്നു? അല്ലേ, നമ്മൾ എല്ലാവർക്കും ആദ്യത്തെ പ്രണയം വളരെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നതാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ എൻ്റെ ആദ്യത്തെ പ്രണയം ദേവദൂതനാണ്. ദേവദൂതൻ എന്ന് പറയുന്നത് ഈ കഥയാണ്. ദേവദൂതൻ എന്ന പേരൊക്കെ പിന്നീട് ഉണ്ടായത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റാണ്, ഈ കഥയുടെ ഒരു ആദ്യ രൂപമാണ്. എൻ്റെ ആദ്യ സിനിമയായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് രൂപപ്പെടുത്തിയ കഥയാണ്. അപ്പോൾ അതെന്നും എനിക്ക് സ്പെഷ്യലാണ്. എൻ്റെ ഹൃദയത്തിൽ എന്നും അതിൻ്റെ ഏറ്റവും നല്ലൊരു വേർഷൻ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഏറ്റവും ആദ്യമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് സിനിമയുമായിട്ട് എത്തണമെന്ന് ആഗ്രഹിച്ച ഒരാൾ 18 വർഷം കാത്തിരുന്നു അതിൻ്റെ മറ്റൊരു വേർഷനിലേക്കെങ്കിലും അത് തിയേറ്ററിലെത്താൻ. അവിടെ നിരാകരിക്കപ്പെടുകയും നിരാശപ്പെടുത്തുകയും ചെയ്തൊരനുഭവത്തിൽ നിന്നും വീണ്ടും 24 വർഷങ്ങൾക്ക് ശേഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനറേഷൻ്റെ മുമ്പിലേക്ക് ഈ സിനിമയായിട്ട് വരാൻ ഒരു സംവിധായകനും അത്തരത്തിലുള്ളൊരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഇത് എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാത്ത കാലഘട്ടം അല്ലേ? വീണ്ടും ആ സിനിമ വരുന്നു. വിനീത കഥാപാത്രം നമ്മൾ മനസ്സിൽ ആഴത്തിൽ പതിച്ച കഥാപാത്രമാണ്. വീണ്ടും ഒരു അഭിമുഖത്തിലേക്ക് വരികയാണ്. അതാണ് ഏറ്റവും രസം. അന്നൊന്നും ആ കാലഘട്ടത്തിലില്ല. നമ്മൾ പത്രത്തിൽ പരസ്യം കണ്ട് സിനിമയ്ക്ക് പോകുന്ന കാലഘട്ടത്തിൽ മാറി ഡിജിറ്റലിൻ്റെ കാലഘട്ടം വന്നു. അന്നും ഇന്നും താങ്കൾ ഇഷ്ടപ്പെടുന്നു ഈ സിനിമ റിലീസിങ് വരുമ്പോൾ നിങ്ങളിലുള്ള ആകാംക്ഷ വളരെ കൂടുതലാണ് പ്രേക്ഷകർക്ക്. കുറച്ച് മുമ്പ് നിങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. വല്ലാത്തൊരു അനുഭവമാണല്ലേ? അതെ, ഞാൻ ഈ അടുത്തൊരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2 കുട്ടികളങ്ങ് ദൂരത്തുനിന്ന് ഓടി വരികയായിരുന്നു. ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞാണ്, ചേട്ടാ ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആട്ടോ. അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഒരു പുതിയ സിനിമ വരുന്നത് അതേ ഫീലിലാണ് കാത്തിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. പിന്നെ നേരത്തെ സിബ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അന്ന് ഫസ്റ്റ് റിലീസായപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർ വേണ്ട രീതിയിൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും 24 വർഷത്തിന് ശേഷം പ്രേക്ഷകർ തന്നെ അതിനെ ഏറ്റെടുത്തിട്ടാണ് ഈ സിനിമ വരുന്നത്. സാധാരണ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പലപ്പോഴും കുറേ തള്ളലുകൾ നമ്മൾ നടത്താറുണ്ടല്ലോ, ഇങ്ങനെ ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ദേവദൂതന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഓൾറെഡി കണ്ട് അതിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാൻ. സിനിമയുടെ എല്ലാ ആസ്പെക്ട്സും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് ഈ സിനിമ വീണ്ടും വരുന്നത്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് ടൈമിൽ, ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ സിനിമ വീണ്ടും ആളുകൾ റീവാച്ച് ചെയ്യുകയും ആ സിനിമയുടെ എസെൻസിലേക്ക് എത്തിയത്. ആദ്യം അന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അതിനകത്തൊരു ജോണർ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അന്നത്തെ പ്രേക്ഷകർക്ക്. ഇത് ഒരു ഹൊററാണോ അല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ സിനിമയാണോ, അങ്ങനെ പല കൺഫ്യൂഷൻസ് വന്ന് നിലനിന്നിരുന്നു.
പക്ഷെ പിന്നീട് കൃത്യമായിട്ട് അതിനെ അതൊരു അൾട്ടിമേറ്റ് ഒരു എന്താ പറയുക, കാലത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രണയം അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിഞ്ഞ ഒരു ജനത, ഒരു യൂത്ത് ഉണ്ടാവുകയും അവരാണ് ആ സിനിമയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. അതിന് കൃത്യമായിട്ട് നമുക്ക് സിബ് സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു പ്രിന്റ് അവിടെ ബാക്കിയായി എന്നുള്ളതാണ് ഏറ്റവും വലുത്. നമുക്ക് അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സമ്മൺ എന്ന് പറയുന്നത് അർത്ഥമാകുന്ന അവിടെയാണ്. കാരണം ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഒന്നും കോപ്പികളില്ല. കാരണം ചെന്നൈയിലുണ്ടായ ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒരുപാട് പ്രിന്റുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിന്റ് നമുക്ക് വേറെ ഏതോ ഒരു സ്റ്റേറ്റിൽ ബാക്കിയായതാണ്. അങ്ങനെ കിട്ടി അത് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയോടും കൂടി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിദ്യാജിയുടെ മ്യൂസിക്കും ആ ഒരു വലിപ്പം, ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് എനിക്കത് ഈ അറ്റ്മോസിൽ കേൾക്കാൻ വേണ്ടിയിട്ട്, ഈ 4K കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് സിബിസാറ് കൈപിടിച്ച് ഉയർത്തിയ ഒരു കലാകാരൻ അല്ലേ. അത് കാലഘട്ടത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ മാറ്റത്തിനോടൊപ്പം വീണ്ടും യാത്ര തുടങ്ങിയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്യുന്നത്. സിബിസാറിനെ കുറിച്ച് അന്നത്തെ കാലം, അന്നത്തെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സിബിസാറ് അന്ന് എങ്ങനെയായിരുന്നു, ഇന്നത്തെ സിബിസാർ എങ്ങനെയാണ്? അന്നും ഇന്നും സിബിസാറിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാനൊരു സംവിധായകനായി നിൽക്കുമ്പോഴും ഞാനൊരു ആക്ടറിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് എൻ്റെ റോൾ മോഡൽ സിബിസാറാണ്. കാരണം സാറ് എനിക്ക് പറഞ്ഞു തന്നതും സാറ് മറ്റു ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭരതത്തിൽ ഭരതേട്ടൻ, പറവൂർ ഭരതേട്ടൻ്റെ ഒരു ഷോട്ട്, ഒരു ചെറിയ ഡയലോഗാണ്, പക്ഷെ അത് റീടേക്ക് വന്ന് 14-18 റീടേക്ക് അന്ന് വന്നിരുന്നു. അപ്പോഴും സാറ് ചിരിച്ചുകൊണ്ട് നിന്നിട്ടാണ് വീണ്ടും വരട്ടെ കുഴപ്പമില്ല ആ ഒരു, കാരണം അന്ന് ഫിലിമാണ്, ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ല. അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. സാറ് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, അവിടെ ഭരതത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത്. അതുപോലെ നമുക്കൊരു കാര്യം, ഇപ്പോൾ ദേവദൂതനിലെ നിഖിൽ മഹേശ്വറിനെ എനിക്ക് സാറ് എങ്ങനെയാണോ ഫീഡ് ചെയ്ത് തന്നത് അതാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ സിബി സാറിനെ എപ്പോഴും എനിക്ക് ആ രീതിയിലൊരു റോൾ മോഡലാണ്. അതുപോലെ തന്നെ ഞാൻ സാറിന് ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ഏറ്റവും മലയാളത്തിൽ എനിക്ക് എണ്ണപ്പെട്ട സിനിമകളാണ് ദശരഥമായാലും ഭരതമായാലും ദേവദൂതനായാലും മായാമയൂരായാലും. ഇത്തരം സിനിമകൾ എന്നും റീവാച്ച് ചെയ്യുകയും ഞങ്ങൾ റൈറ്റേഴ്സും ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള റൈറ്റേഴ്സൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ കോവിഡ് ടൈമിൽ അത് ഫോം ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ചില സിനിമകൾ 2 തവണ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നു. അങ്ങനെ വന്ന സിനിമകളാണ് സിബി സാറിൻ്റെ സിനിമകൾ ആ സമയത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും ആ സിനിമകളെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ക്ലാസിക്കുകൾ ഉണ്ടാക്കിയ പ്രതിഭയാണ് മുമ്പിലിരിക്കുന്നത്. എനിക്ക് സിബി സാറിനെ കാണുമ്പോൾ തന്നെ വലിയ ഇഷ്ടമാണ്. ഞാൻ വളരെ ആദരവോട് കാണുന്നത്. നമ്മളെവിടെ വെച്ച് കണ്ടാലും ഒന്ന് കൈവയ്ക്കുകയോ ചിരിക്കുകയോ സംസാരിക്കാതെ പോരല്ല. സിബി സാറിൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞാണ് പോകുന്നത്. ഇന്നും ഇങ്ങനെ അതേ ഇതിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിബി സാർ. അന്ന് ഈ ദേവദൂതൻ എടുക്കുന്ന കാലഘട്ടത്തിൽ പരിമിതികൾ ഒത്തിരി ഉണ്ടാകാം, തീർച്ചയായിട്ടും പരിമിതികളുണ്ടാകും. ആ ലാലേട്ടനെ, അന്നത്തെ ലാലേട്ടൻ ഇന്നത്തെ ലാലേട്ടൻ നമ്മൾ വേർതിരിക്കാതെ ഞാൻ ചോദിക്കുകയാണ്, ഈ സംഭവം ലാലേട്ടനോട് അവതരിപ്പിക്കുകയാണ്. ഈ സംഭവം നമ്മൾ 4Kയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ലാലേട്ടൻ അവതരിപ്പിക്കുക. ലാലേട്ടൻ പറഞ്ഞ ഒരു വാക്ക് എന്താണ് ഓർമ്മയിൽ വരുന്നത്? ലാലുമായിട്ട് ഇത് ആദ്യം സംസാരിക്കുന്നത് എനിക്കൊന്ന് സിയാദാണ്. കാരണം ലാലത് അറിഞ്ഞപ്പോൾ തന്നെ ലാലു വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട്, വളരെ സന്തോഷമുണ്ടായി ലാലിന് എന്നാണ് സിയാദിൻ്റെ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ലാലുമായിട്ട് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നേരിൽ കാണുന്നത് നമ്മളുടെ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് സമയത്താണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ എന്താണ് പുതിയതായിട്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിച്ചു. നമ്മൾ സംസാരിക്കേണ്ട ആംഗിൾ എന്താണെന്നൊക്കെയുള്ള അദ്ദേഹം ചോദിച്ചു. കാരണം അദ്ദേഹം മറ്റ് തിരക്കുകളിൽ ഓടി നടക്കുമ്പോഴത്തേക്കും നമ്മളിതിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുമ്പോഴും ഇതിനെങ്ങനെയാണ് നമ്മൾ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ സാങ്കേതികതയെക്കുറിച്ചൊക്കെ അദ്ദേഹം ചോദിക്കുകയും ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുകയും പറയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം നമ്മൾ പറഞ്ഞതിലും നമ്മളിൽ നിന്ന് ചോദിച്ചറിഞ്ഞതിലും ഒക്കെ അപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് വേറൊരു ഡയമെൻഷനിലാണ് പറഞ്ഞത്. നേരത്തെ ഹൈദരാലി പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് ഏതോ ഒരു മിസ്റ്ററി ഉണ്ട് അല്ലേ, ഈ സിനിമയുടെ ഈ പുതിയ വേർഷൻ കൊണ്ട് ആരോടോ എന്തോ പറയാനുണ്ട് എന്നുള്ളതാണ്. ലാൽ അന്ന് പറഞ്ഞൊരു വാക്കിതാണ്, ഇതിലൊരു മാജിക്കുണ്ട്, ഈ സിനിമയ്ക്ക് എന്തോ ഒരു മാജിക്കുണ്ട്. ആ മാജിക്കാണ് നേരത്തെ വിനീത് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ നെഗറ്റീവ് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുക, ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് നഷ്ടപ്പെടാതെ കിട്ടുക. അത് ഈ സിനിമയുമായിട്ടും കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്തൊരു മിസ്റ്ററി ഉണ്ട്. ഈ സിനിമയുടെ ചില നിഗൂഢതകൾ ആരിലൂടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചിരുന്നു എപ്പോഴെങ്കിലും പറയാൻ വേണ്ടിയിട്ട്.
ജർമ്മൻ ഇനി റിസൾട്ടുള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദ ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.